അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 23 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 42 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ അസമിൽ 65 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നോബിൾ, പട്ടിക എങ്ങനെയാണ്? ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ മത്സരരംഗത്തേക്ക് വരുന്നുണ്ടോ? എവിടെയാണ് മത്സരിക്കുന്നത്? വിശദമായ വിവരങ്ങൾ എങ്ങനെ പട്ടിക പരിശോധിക്കുമ്പോൾ നോബിൾ മാരിക്കാരൻ? ശ്രീജിത്ത്, അശ്വതി, കോൺഗ്രസ് ഇപ്പോൾ അസാമിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 23 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർത്തി ചന്ദ്രറായ്, ഒപ്പം നൂറുൽ ഇസ്ലാം, അമൃത് ബാദ്ഷാ, ഒപ്പം ബിപുൽ ഗോഗോയ് എന്നിവർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 42 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ 126 മണ്ഡലങ്ങളിൽ 65 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ പട്ടിക ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നിലവിൽ 15 സീറ്റുകൾ ഘടകകക്ഷികൾ വിട്ടുവെക്കാനും കോൺഗ്രസ് തീരുമാനം ആയിട്ടുണ്ട്. അതാണെങ്കിലും ബാക്കി പട്ടികയിലേക്ക് എത്രയും വേഗം പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുകയാണ് കോൺഗ്രസ് അസാമിൽ എന്നാണ് യാഥാർത്ഥ്യം. അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.